നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തെ, കുറേ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടേതായി വന്നു. വലിയ വിവാദങ്ങൾ അത് കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയും കൂട്ടരും ചെലവ് ചുരുക്കാനുള്ള പല നടപടികളും ആരംഭിക്കുന്നു. വാഹനങ്ങളുടെ അടക്കമുള്ള എണ്ണം കുറയ്ക്കുന്നു, സെക്യൂരിറ്റി കുറയ്ക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇത് തന്നെ ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഒരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവന് ആ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് ജനങ്ങളോട് പല കാര്യങ്ങളും അഭ്യർത്ഥിക്കാം, അപേക്ഷിക്കാം, ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം. അങ്ങനെയുമുണ്ട്. ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്തുകൂടെ, ഇതിങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ പലതും ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവന് പറയാം. തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളോട് അത് സംവദിക്കാം. അതിലൊരു തെറ്റുമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, നരേന്ദ്രമോദി മാത്രം ചെയ്യുന്ന കാര്യവുമല്ല. നരേന്ദ്രമോദിക്ക് മുമ്പ് പലരും ഇത് ചെയ്തിട്ടുണ്ട്. 1965 ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട് ഈ കാര്യം. ചിദംബരം പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പണ്ട് പറഞ്ഞൊരു കാര്യം, ഇന്നിപ്പോ ഈ ഗ്യാസിന് വേണ്ടി മുറവിളി കൂട്ടി ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, രാഷ്ട്രീയക്കാരും അല്ലാത്തവരുമുണ്ട്. അവരാലോചിക്കേണ്ട ഒരു കാര്യം, പണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞത്, പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത്, ഈ LPGയുടെ ഉപയോഗം കുറച്ചിട്ട് പരമ്പരാഗതമായ സോഴ്സുകൾ, അതായത് ഊർജ സ്രോതസ്സുകൾ, വിറകടുപ്പേ ഉപയോഗിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ആർക്കും പ്രശ്നം നൊന്തില്ല, അന്ന് ആർക്കും വേദനിച്ചില്ല. അതുപോലെ ചിദംബരം സ്വർണം വാങ്ങുന്നതിനെതിരെ വളരെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. കാരണം അത് അങ്ങനെ സ്വർണം വാങ്ങുന്നതിലൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് പണം വിദേശത്തേക്ക് പോകുന്നു. വിദേശത്തുനിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് എല്ലാം ഉണ്ട്, ഇല്ലാത്തത് നമുക്ക് ക്രൂഡ് ഓയിലാണ്. ഈ എണ്ണ ഇറക്കുമതി, ഇന്ധനം, പെട്രോളും ഡീസലും ഒക്കെ നമ്മളിവിടെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ക്രൂഡ് ഓയിൽ കിട്ടിയാലേ നമുക്കത് നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയാണ് നമ്മുടെ ഇറക്കുമതിയുടെ സിംഹഭാഗവും. ഏതാണ്ട് 90% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഈ സാധനമാണ്. അതാണ് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ ഡോളർ, പണ്ടൊക്കെ നമ്മൾ ഈ ഡോളറിലാണ് വിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഡോളർ കൊടുത്താലേ നമുക്ക് എണ്ണ കിട്ടുള്ളൂ. നെഹ്റുവിൻ്റെ കാലത്ത് നമ്മൾ റഷ്യയിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ മറ്റേ എണ്ണ സ്വല്പം ടാങ്കറിൽ വരുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മൾ കപ്പലിൽ ഈ പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നും, അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും, അതുപോലെ വെനിസ്വേല പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ നമ്മൾ എണ്ണ വരുത്തുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ തുല്യമായ ഒരു ഇതാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ ഇത്ര ശതമാനം വെച്ച് ഓരോ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. എല്ലാവരുമായിട്ടും നമ്മൾ നല്ല ബന്ധത്തിൽ. ഒരിടത്തുനിന്ന് മാത്രമാക്കിയാലുള്ള പ്രശ്നം ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടിലായി പോയനെ. നമ്മൾ റഷ്യയെ ആശ്രയിച്ചു, വെനിസ്വേലയെ ആശ്രയിച്ചിട്ടുണ്ട്, അമേരിക്കയെ ആശ്രയിച്ചിട്ടുണ്ട്, എല്ലാവരും. മറിച്ച് അമേരിക്കയിൽ നിന്ന് മാത്രം നമ്മൾ എണ്ണ വാങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ട്രംപ് നമ്മളെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ പരമാധികാരം ആർക്കും അടിയറ വയ്ക്കാതെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇത് വാങ്ങുന്നു. അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആര് തരുമോ അവരിൽ നിന്ന് വാങ്ങും. അത് ക്രൂഡ് ഓയിൽ ആയാലും LPG ആയാലും നാച്ചുറൽ ഗ്യാസ് ആയാലും ഈ കാര്യത്തിൽ നമ്മുടെ നയം അതാണ്, ഇന്ത്യ ഫസ്റ്റ്. അതുകൊണ്ടാണല്ലോ ട്രംപ് പറഞ്ഞത് മോദി ഒരു അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുള്ള മാത്രം ആശ്രയിച്ചിരുന്നെങ്കിൽ കുത്തുവാള എടുത്തു പോയനെ, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി, വലിയ പ്രതിസന്ധിയിലായി പോയനെ നമ്മള്. അതൊരു ഭരണാധികാരിയുടെ ഭാവനാപരമായ നീക്കം തന്നെയാണ്, ഒരു സംശയം. ഭാവനാപരമായ നീക്കം എന്നുള്ളതിനേക്കാൾ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് മികവും ബുദ്ധിപരമായ നീക്കം എന്നുള്ളത് തന്നെ. കാരണം വളരെ കൃത്യമായിട്ട് വരും കാലത്ത് എങ്ങനെയൊക്കെ ലോകക്രമം മാറി മറിയാം എന്ന് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട് വിദഗ്ധർ നൽകുന്ന ഉപദേശം മാനിച്ചുകൊണ്ട്, അല്ലാതെ തോന്നിയാസം കാണിക്കുകയല്ല നരേന്ദ്രമോദി ചെയ്യുന്നത്. നരേന്ദ്രമോദി ഒരു ഏകാധിപതി ഒന്നുമല്ല. നരേന്ദ്രമോദിക്ക് ഒരു ദിവസം രാവിലെ ഉറക്കമണിക്കുമ്പോൾ തോന്നുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ GCCയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട, റഷ്യയിൽ നിന്ന് മാത്രം വാങ്ങിയാൽ മതി. അങ്ങനെയല്ല. അങ്ങനെ ഒരു തീരുമാനവും നരേന്ദ്രമോദി എടുക്കുന്നില്ല.
ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ എടുത്ത തീരുമാനം സൈന്യത്തെ വിളിച്ചു വരുത്തി, ഇതാ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, രാഷ്ട്രീയമായിട്ടും ഔദ്യോഗികമായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ പിന്നിലുണ്ടെന്നല്ല പറഞ്ഞു, നിങ്ങളോടൊപ്പമുണ്ട്, വി ആർ വിത്ത് യു. സൈന്യം എന്താണോ ഇനി ചെയ്യേണ്ടത്, സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുന്നു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ആരും നിങ്ങളോട് ചോദിക്കാൻ വരില്ല, ഒരു രാഷ്ട്രത്തലവന്മാരും നിങ്ങളോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ല, എന്ത് വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തോളാം. സൈന്യം പ്ലാൻ ചെയ്തു, കൃത്യമായിട്ട് കയറി അടിച്ചു, 16ാമത്തെ ദിവസം അടിച്ച് തകർത്ത് കൈ കൊടുത്തു അല്ലേ. 20 മിനിറ്റോ 22 മിനിറ്റോണ് ആകെ നീണ്ടു നിന്നത്, 22 മിനിറ്റ് കൊണ്ട് തന്നെ കിളി പോയി അല്ലേ. അപ്പോൾ അതുപോലെ നരേന്ദ്രമോദി ഈ കാര്യത്തിലൊന്നും, അത് നമ്മളിപ്പോൾ ഈ പറയുന്ന യുദ്ധത്തിൻ്റെ കാര്യത്തിൽ, ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നയതന്ത്ര തലത്തിലാണെങ്കിലും ഒക്കെ കളക്റ്റീവാണ്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും വാജ്പേയിയുടെ കാലത്തും ഒക്കെ ആയിരുന്നു. അത് അങ്ങനെ കളക്റ്റീവ് അല്ലാതെ പോയ ഒരു കാലം ഇന്ദിരയുടെ കാലമാണ്. അടിയന്തരാവസ്ഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനൊന്നും അല്ല. നമ്മൾ കളക്റ്റീവായിട്ട് എല്ലാവരും ചേർന്നാണ് തീരുമാനമെടുക്കുന്നത്. അതിനെ നയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയാണ് ചെലവ് ചുരുക്കണം. കാരണം നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, നമുക്കിവിടെ ഒരു പ്രയാസമില്ല, നമ്മുടെ കയ്യിൽ പണമുണ്ട്, കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്. പക്ഷെ ക്രമാതീതമായി വില വർദ്ധിക്കുന്നു, കാരണം അവിടുത്തെ യുദ്ധസമാനമായ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഇറാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇസ്രയേലും അമേരിക്കയും ഇറാനോട് കാണിക്കുന്ന നയം, ഇതൊക്കെ വിഷയങ്ങളാണ്. നമ്മളിവിടെ നമ്മളെ സംബന്ധിച്ചിപ്പം അമേരിക്കയെ പിന്തുണയ്ക്കുകയോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയോ ഇറാനെ പിന്തുണയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ കാര്യത്തിൽ ഇവരോട് പറയുന്നത് യുദ്ധം അരുത്, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കും. അത് തന്നെയാണ് ഉക്രൈൻ റഷ്യ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാട്. നമുക്ക് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യയെ കുറ്റപ്പെടുത്താനോ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉക്രൈനെ ചവിട്ടി അരയ്ക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. അത് അവർ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് കാശ്മീർ ഇഷ്യൂവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം വരുമ്പോൾ ഇന്ത്യ മൂന്നാമതൊരു ശക്തിയെ ഇടപെടാൻ അനുവദിക്കാത്തത് അതുകൊണ്ടാണ്. മാത്രമല്ല കാശ്മീരിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനോട് പറയുന്നത് നീ പോയി പണി നോക്ക്, കാശ്മീർ ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്. കാശ്മീരിലെ ജനങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ് സംസാരിച്ച് തീർത്തോളും. നിങ്ങളാരും അതിലേക്ക് കടന്നു കയറാൻ വരണ്ട, നിങ്ങൾ പുറത്താണ്, നിങ്ങളത് അതിനകത്ത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണ്. UN പോലും പാകിസ്ഥാന് സംസാരിക്കാൻ നമ്മളൊരു അവസരം കൊടുക്കുന്നില്ല നമ്മളുടെ നേരെ. അതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇന്ന കാര്യങ്ങളിൽ ചെലവ് ചുരുക്കണം. ഇപ്പോൾ ശ്രീല പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം തന്നെ അതിന് മാതൃക കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറയ്ക്കുന്നു, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയുടെ അളവ് കുറച്ചു. ഇതൊക്കെ സത്യത്തിൽ നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വെല്ലുവിളിയാണത്. എന്നിട്ടും അത്രയും റിസ്ക് എടുത്ത് ഇന്ത്യ ഗവൺമെന്റ് അതിന് തയ്യാറാകുന്നെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ കസേരയിൽ നിന്ന് ഇറങ്ങിയ ഒരു കാവ്യ എടുത്ത് ഞാൻ നേരെ ഹിമാലയത്തിലെ ആശ്രമത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ യോഗി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് അവിടെ ചെലവ് ചുരുക്കലും അതുപോലെ തന്നെ വെള്ളിയുടെയും ഇറക്കുമതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ഉയർത്തി ഔദ്യോഗിക വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വാഹന വ്യൂഹങ്ങളുടെ എണ്ണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തി. ഏതാണ്ട് ഔദ്യോഗിക വാഹനങ്ങൾ 50% കുറയ്ക്കുന്നു ഇപ്പൊ യോഗി എടുത്തേക്കുന്ന തീരുമാനം. 22 സംസ്ഥാനങ്ങളിൽ BJP നേരിട്ടോ അല്ലാതെ ഭരണം നടത്തുന്നുണ്ട്. അവരെല്ലാം അവിടെ എല്ലാം ഇത് കുറവ് വരുമ്പോൾ അത് വലിയ ഒരു മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കോൺവോയുടെ എണ്ണം കുറച്ചു 13-ൽ 8-ലേക്കാക്കി. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്തേവാല മെട്രോയിൽ സഞ്ചരിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഒരു സംസ്ഥാനം ഏതാണ്, ഗുജറാത്ത് ഗവർണർ പോലും അതിനുള്ള ശ്രമം നടത്തുന്നു. അല്ല, മധ്യപ്രദേശ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടുത്തെ ഹൈക്കോടതി ജഡ്ജി പ്രധാനമന്ത്രിയുടെ ഇത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് ബൈസൈക്കിളിലാണ് അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടു. അല്ല, ഞാൻ പറയുന്നത് ഇത് രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാർ, ഇവിടെ നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം, രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാർ, നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ടൊരു വലിയ കിതപ്പിലല്ല, നമ്മൾ കുതിക്കുകയാണ്.
അതായത് നമ്മൾ ഈ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ 3ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ്. അതിനകത്ത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്ന നരേന്ദ്രമോദിയുടെ ഭരണം 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ചില പറയില്ല, തേനും പാലും ഒഴുക്കുകയാണ് എന്ന് പറയില്ല. പക്ഷേ ജനങ്ങളെ ഇങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നു. പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്, അത് നമുക്ക് ഉള്ളിൽ ചർച്ച ചെയ്യാം, നമുക്ക് നമ്മുടെ ഉള്ളിൽ അതിന് പരിഹാരം തേടാം. അതാണ് ഒരു കെട്ടുറപ്പുള്ള രാഷ്ട്രത്തിന് വേണ്ടത്. അതുകൊണ്ട് നരേന്ദ്രമോദിയിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്താം നമുക്ക്, അല്ലെ? നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല. നരേന്ദ്രമോദി ആയാലും ഡോക്ടർ മൻമോഹൻ സിംഗ് ആയാലും ഇനി നാളെ മറ്റാരെങ്കിലും തന്നെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇക്കാര്യത്തിൽ പരിഭവങ്ങളും പരാതികളും എല്ലാ കാലത്തും ഉണ്ടാവും. രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾക്കിടയിൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നവും അതുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾ, നേതൃത്വത്തിന്റെ തന്നെ വീഴ്ചകൾ ഉണ്ടാകും. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ വീടുകളിലില്ലേ, കുടുംബങ്ങളിലില്ലേ ചെറിയ ചെറിയ വീഴ്ചകൾ, ഗൃഹനാഥന് വീഴ്ച പറ്റുന്ന സ്ഥലങ്ങളില്ലേ, ഗൃഹനാഥയ്ക്ക് വീഴ്ച പറ്റുന്ന സ്ഥലങ്ങളില്ലേ. അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ്. അത് റെക്ടിഫൈ ചെയ്യുക, മനസ്സിലാക്കുമ്പോൾ തിരുത്തുക, അത് മുന്നോട്ട് പോകുക. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. നമ്മൾ പ്രധാനമന്ത്രിയോട് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇത് എന്ത് പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയാന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഒരു അജണ്ട ഇല്ല. കേരളത്തിലെ ഇടതുപക്ഷം രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ നാട്ടിൽ ഒരു വിഭാഗം ആൾക്കാർ ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, വേഷത്തിന്റെ ഒക്കെ പേരിൽ നോക്കൂ, നരേന്ദ്രമോദി ഇടുന്ന സൂട്ടിന്റെ വില നിശ്ചയിക്കുന്നത് ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരനാണ്. നരേന്ദ്രമോദി മറ്റേ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കൂണ് ഭക്ഷിച്ചു. ഇത് വലിയ വലിയ രാഷ്ട്രങ്ങളുടെ എന്താ പറയാ അതിഥിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരൊരുക്കുന്ന ഭക്ഷണം അദ്ദേഹം പിന്നെ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കഴിക്കില്ല. പിന്നെ അദ്ദേഹം ഈ പൂജ ഹോളിഡേയ്സ്, ഈ വിജയദശമി വരുന്ന ആ കാലത്ത് നമ്മുടെ ഈ പിന്നെ മഹാനവമി വ്രതമൊക്കെ എടുക്കുന്ന കാലത്ത് അദ്ദേഹം പിന്നെ ഉപവാസത്തിലാണ്. ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേര് ഉപവസിക്കുന്ന അങ്ങേരുടെ ഇഷ്ടമാണ്. അങ്ങേര് ഭക്ഷണം കഴിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന അങ്ങേരാണ്, നമ്മളല്ല. നിങ്ങൾക്ക് വ്രതം എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പ്രശാന്ത് ഇന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാജ്യത്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് പ്രകാരം BJPയുടെ മുഖ്യമന്ത്രിമാരും എല്ലാം തങ്ങളുടെ സെക്യൂരിറ്റി ഒക്കെ കുറയ്ക്കുന്നു. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. വലിയ പ്രതിസന്ധി ഉണ്ടായ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പക്ഷേ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. വളരെ രൂക്ഷമാണ്. അത് റിസർവ് ബാങ്ക് പലതവണ കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോകുന്ന സമാനമായ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാഹനങ്ങൾ മാറ്റി വാങ്ങുകയും സെക്യൂരിറ്റി കൂട്ടുകയും കൂടുതൽ വാഹനങ്ങളുടെ അകമ്പടിയോടെ പോവുക. എനിക്കൊന്ന് പ്രധാനമന്ത്രിക്ക് എത്രയും വാഹന വ്യൂഹം ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. അപ്പൊ അങ്ങനെ അതിന് ശേഷം അല്ല, എനിക്ക് സത്യം പറയാലോ, എനിക്ക് വിശ്വസിക്കാൻ ഇത് ശരിയാണോ? ഈ വാർത്ത സത്യമാണോ? ഈ 40 കാറുകളുടെ അകമ്പടി എന്നാണ് പറയുന്നത്. എനിക്ക് പോയി നിന്ന് എണ്ണാൻ അവസരം കിട്ടിയിട്ടില്ല, സമയം കിട്ടുന്നില്ല. നമ്മളീ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ എങ്ങോട്ട് പോകുന്നു നോക്കി നടക്കുകയല്ലോ. ഇപ്പൊ ഒരു വാഹനം പോലും ഇല്ല എന്നാ പറയുന്നത്. ഇപ്പൊ പുള്ളി വാഹനമൊക്കെ മാറി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോള് കണ്ടു, ഇത് ക്ലിഫ് ഹൗസ് വാടക. അതെ, അത് മുഖ്യമന്ത്രിമാരും ഇപ്പൊ ഇല്ലാത്തോണ്ടാട്ടോ. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും. നമ്മുടെ കാവൽ മന്ത്രിസഭയാണല്ലോ. അപ്പൊ പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം മാന്യമായിട്ട് മാറിക്കൊടുത്തു. അത് നല്ല കാര്യം, അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതെ. പക്ഷെ വാടക വീടൊക്കെ എടുത്തു. അതല്ല, അത് അവരുടെ പാർട്ടിയും അവരും ചേർന്ന് തീരുമാനിക്കും. ആ കാര്യത്തിലൊക്കെ ഞാൻ LDF-നെ അഭിനന്ദിക്കുന്നു. LDF-ന് ഔചിത്യമുണ്ട്. ഔചിത്യം ഇല്ലാത്ത മറ്റു ചിലരുണ്ട്. അല്ല, ഒരു ട്രോള് കണ്ടതാണ്, ക്ലിപ്പ് ഹൗസ് വാടക കൊടുക്കുക 17,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്. ഞാൻ സത്യത്തിൽ ചിരിച്ചുപോയി. 17,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്, അങ്ങനെ പിന്നെ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോളാണെന്ന് മനസ്സിലായി. പക്ഷെ അല്ല, അത് ആ ട്രോളിനിടയിലും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഈ ആഡംബരം, കേരള സർക്കാരിന്റെ ആകട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ ആകട്ടെ, നമ്മളൊന്ന് ആലോചിക്കൂ. ഈ വോട്ട് ചെയ്യാൻ പോയ ബംഗാളികൾ എത്ര പേര് മടങ്ങി? ആരും വന്നില്ല കേട്ടോ. വലിയ പ്രതിസന്ധി നിർമ്മാണ മേഖല. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു വാർത്ത കണ്ടു. അതായത് ഒരു കരാറുകാരൻ തന്നെ പറയുകയാണ്, ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കാരണം പണിക്ക് ആളെ കിട്ടുന്നില്ല. എനിക്കൊന്ന് 2 രീതിയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, BJP വരുന്നതുകൊണ്ട് അവിടെ നിന്നാൽ ജോലി കിട്ടുന്ന ധാരണ ഉണ്ടാവും. മറ്റൊന്ന്, ബംഗാളികൾ അവിടെ നിന്ന് മടങ്ങി പോയിട്ടുണ്ടാവും. അവർക്ക് ബംഗ്ലാദേശികൾ ബംഗാളിൽ നിന്ന് മടങ്ങി പോയിട്ടുണ്ടാവും. അതിനൊരു സാധ്യതയുണ്ട്. അത് മറ്റൊരു സാധ്യത.
ഞാൻ പറയുന്നത് അത് മാത്രമല്ല ശ്രീലേ, 1500 രൂപ വരെ ഇവിടെ കൂലി കിട്ടും. പക്ഷെ അവൻ അവിടെ 750 രൂപ കൂലി കിട്ടിയാൽ മതി. സ്വന്തം നാട്, സ്വന്തം വീട്, ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ, സുഹൃത്തുക്കള് എല്ലാരും കാണാം, സ്വന്തം നാട്ടിൽ നിൽക്കാം. ഇതേ മലയാളിയാണ് ഈ പറഞ്ഞ ഇവിടുത്തെ പോയി ഗൾഫിൽ പോയി ഇവിടെ 1000-1500 രൂപ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇതും കളഞ്ഞേച്ച് അവിടെ പോയിരിക്കുന്നു. ഗൾഫിൽ ജോലിക്ക് പോകുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് അവനവൻ്റെ വീട്ടിൽ താമസിച്ച് പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഭാര്യയും മക്കളെയും ഒക്കെ കണ്ടുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും കളഞ്ഞിട്ടാണ് നമ്മൾ തൊഴിലന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി നമ്മൾ കരുതുന്നത് പോലെയല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ എണ്ണയുടെ കാര്യം പറഞ്ഞു. ഈ എണ്ണയുടെ വരവ് കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, UAE-യിലൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം ടൂറിസം അവിടെ അവർക്കൊരു വലിയ വരുമാന മാർഗമാണ്. അത്തരം മേഖലകളെല്ലാം അവിടെ ഈ യുദ്ധം മൂലം, ഈ ഇറാൻ സംഘർഷം മൂലം അത് നിലച്ചിരിക്കുകയാണ്, സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ട്. ഇതിങ്ങനെ ഒരു 1-2 മാസം കൂടി മുന്നോട്ട് പോയാൽ വലിയ തോതിൽ മലയാളികൾ ഗൾഫ് മേഖലയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരും എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഭരണ ചെലവ് കുറയ്ക്കാനാണ്, അല്ലേ? പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു പടി കൂടെ കടന്ന് നമ്മൾ നിത്യജീവിതത്തിലെ ചെലവുകൾ കുറയ്ക്കുക. ഈ വലിയ തോതിൽ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ നമ്മൾ എന്തിനൊക്കെ ഇപ്പോൾ പർച്ചേസിൻ്റെ കാര്യത്തിൽ വളരെ അവശ്യ വസ്തുക്കൾ മാത്രം വാങ്ങുക. അങ്ങനെ ഒരു ചെലവ് ചുരുക്കൽ നമ്മൾ 1-2 മാസത്തേക്ക് ചെയ്താൽ ഈ യുദ്ധം എല്ലാ കാലവും ഇങ്ങനെ നീണ്ടു നിൽക്കില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇറാൻ്റെ തന്നെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് വലിയ തൊഴിൽ സാധ്യതകളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം പാലസ്തീനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. നേരത്തെ അഫ്ഗാനിൽ അമേരിക്ക അവിടെ വലിയ ആക്രമണമൊക്കെ നടന്ന് തകർന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ റോഡും പാലങ്ങളും ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ പല ഇന്ത്യൻ കമ്പനികളും അങ്ങോട്ട് പോയിരുന്നു, അല്ലേ? അപ്പൊ തൊഴിൽ അവസരങ്ങൾ വരും, ഒരിക്കലും തൊഴിലവസരങ്ങൾ വരാതിരിക്കില്ല. പക്ഷേ ഈ വരുന്ന ഈ കുറച്ചു നാളുകൾ, ഈ പ്രതിസന്ധി കാലം നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഇവിടെ പറയുമല്ലോ, നമ്മൾ അതിനെയും നമ്മൾ മറികടക്കും. കോവിഡ് വന്നപ്പോൾ നമ്മൾ ഇറക്കിയ ഒരു മുദ്രാവാക്യമാണ് അത് തന്നെയാണ് ഇവിടെയും ആവശ്യം. ഇവിടെയും പിണറായി വിജയൻ പറഞ്ഞു, ഭയം വേണ്ട, ജാഗ്രത മതി. തലയിലെടുത്തോണ്ട് നടന്നു. അത് ശരിയാണ്, അത് തലയിലെടുത്ത് നടക്കണം. പക്ഷെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല? ഇത് കേരളത്തിനേ ഉള്ളൂ കേട്ടോ ഈ വിഷയം. ഈ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ പോലും രാഷ്ട്രീയമായി BJP-യോട് വലിയ ഐത്തം കൽപ്പിക്കുന്ന തമിഴ്നാട്ടിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളെ അവർ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. കാരണം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. മാത്രമല്ല പ്രയോജനമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിതൊക്കെ മനസ്സിലാക്കി ഒറ്റക്കെട്ടായിട്ട് രാജ്യം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അത് പിന്തുടരണം, അത് പാലിക്കണം, അതനുസരിക്കണം. പരമാവധി ചെലവ് നമ്മൾ കുറയ്ക്കണം. അല്ലാതെ നമ്മൾ എടുത്തു ചാടി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തോമസ് ഐസക്ക് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നരേന്ദ്രമോദിയെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ട്, നരേന്ദ്രമോദിയുടെ വിഡ്ഢിത്തം, നരേന്ദ്രമോദിയുടെ മണ്ടത്തരം, പിന്നെ BJP സർക്കാരിൻ്റെ എന്താ പറയുക തീക്കൊള്ളി കൊണ്ട് തലചൊറിച്ചിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഈ കേരളത്തിൻ്റെ ഖജനാവിനെ പൂച്ചപറ്റി കിടക്കുന്ന അവസ്ഥയിലാക്കിയ ഒരു ധനമന്ത്രിയാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല. കിഫ്ബി എന്ന് പറയുന്ന വെള്ളാനയെ കൊണ്ടുവന്ന് ഈ സംസ്ഥാനം കട്ടുമുടിക്കാനുള്ള ആ വാക്ക് തന്നെ പറയണം, അതായത് കടമെടുത്ത് ഈ സംസ്ഥാനത്തെ ഇത്രയേറെ ഗതികേടിലാ കൊണ്ട് ചെന്നെത്തിച്ച്, എന്നിട്ടും പറയുന്നത് കടമെടുക്കാനുള്ള നമ്മുടെ അവകാശം. ഇവിടെ എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. കടമെടുക്കാതിരിക്കാനുള്ള ഇച്ഛാശക്തിയാണ് കടമെടുക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള
എന്തിന് 40,000 കോടി രൂപ നികുതി പിരിവിൽ വീഴ്ച വരുത്തിയ ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയായ ധനമന്ത്രിയായിരുന്ന ആളാണിത് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. അതായത് ഒരു കൈയില്ല, അപ്പോഴാണ് ഒരു വിരളില്ലാത്ത, ഒരു ചെറിയ വിരളില്ലാത്ത ആളിനെ കുറ്റം പറയുന്നു എന്ന് നമ്മൾ പഴഞ്ചൊല്ലി പറയുന്നത് പോലെ ഈ തോമസ് ഐസക്കൊക്കെ വന്ന് പിന്നെ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും പഠിപ്പിക്കാൻ ചെല്ലുന്നത് നല്ല രസമുണ്ട്, കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം അങ്ങനെ കടമെടുക്കാൻ മാത്രം അറിയുന്ന ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ കുതിപ്പിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മൾ 8ാം സ്ഥാനത്തായിരുന്നു. മൻമോഹൻ സിംഗ് പോകുമ്പോൾ നമ്മൾ 8ലോ 12ലോ ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഇന്ന് 4ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു, 3ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണ് എന്ന് നമ്മൾ പറയുന്നതല്ല, IMF അടക്കമുള്ള ഏജൻസികൾ പറയുന്നതാണ്. അവിടെ പോലും അതുപോലും വകവയ്ക്കാതെ ഈ തലതിരിഞ്ഞ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് 4ാം ലോക സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് തോമസ് ഐസക്കാണേ, അതൊന്നും മറന്നു പോകരുത്. പിന്നെ പണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ആ തോമസ് ഐസക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഈ കുറുന്തോട്ടിക്ക് വാദം വന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം. അതുകൊണ്ട് കേരളത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള വഴി നിങ്ങളെല്ലാവരും ഇരുന്ന് ആലോചിക്കൂ. ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഇരുന്ന് ആലോചിക്കൂ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരു സർക്കാർ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് സർവകക്ഷി യോഗം വിളിക്കണം, ധവളപത്രം ഇറക്കണം, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സർവകക്ഷി യോഗം വിളിക്കണം. ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കണം. പരമാവധി ചെലവ് ചുരുക്കണം. ഈ ഗൾഫ് മേഖലയിൽ കൂടെ പ്രതിസന്ധിയായാൽ കേരളം മുഴുപട്ടണിയിലേക്ക്. അതുകൊണ്ട് അതിനുള്ള ഇട നമ്മൾ വരുത്താതിരിക്കണം. എല്ലാവർക്കും എല്ലാ മേഖലകളിലും വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ അതിജീവിക്കും, കാരണം അവിടെ കൃഷിയുണ്ട്, വ്യവസായമുണ്ട്. ഇത് രണ്ടുമില്ലാത്ത സംസ്ഥാനം കേരളമാണ്. സർവീസ് മാത്രമാണ്, എന്തിനേയും ഉപഭോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. അതുകൊണ്ട് ആ സംസ്ഥാനത്തിരുന്ന് വലിയ ഗീർവാണങ്ങൾ അടിക്കാതെ എങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കാം എന്ന് നമ്മൾ ആലോചിക്കണം. പ്രധാനമന്ത്രിക്കൊപ്പം നമ്മൾ അണിചേരണം. രാജ്യത്തിൻ്റെ ചെലവ് പരമാവധി ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് വിജയിപ്പിക്കുകയാണ് വേണ്ടത്.